പണ്ട് ജപ്പാനിലെ ടോക്കിയോയിൽ തക്കാക്കി എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. അതാണെങ്കിൽ അത്ര അങ്ങോട്ട് മെച്ചപ്പെടുന്നുണ്ടായില്ല. അപ്പോൾ അത് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നു. സാമ്പത്തികമായിട്ട് വല്ലാണ്ട് തകർച്ചയിലായ ഒരവസ്ഥ വന്നു. ബിസിനസ് പൂട്ടേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ആകെ നിരാശനായി. അങ്ങനെ സാധാരണ ആളുകൾ നിരാശയും സങ്കടമൊക്കെ വരുമ്പോൾ ഒരല്പം ആശ്വാസം തിരിഞ്ഞ് ഒരു യാത്രയൊക്കെ പോകും അല്ലേ. അപ്പൊ അങ്ങനെ ഈ തക്കാക്കി ഫുജി പർവ്വതത്തിൽ പോവാൻ തീരുമാനിച്ചു. ആ പർവ്വതാരോഹണം നടത്താൻ തീരുമാനിച്ചു. മനസ്സിനെ ഒന്ന് ശാന്താക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. പക്ഷെ കുത്തനെയുള്ള മലനിരകൾ കയറുന്നത് അത്ര എളുപ്പമല്ല. മഞ്ഞും ഭയങ്കര തണുപ്പും കാരണം മല കയറാൻ വളരെ പ്രയാസമാണ്. വഴിയില് അദ്ദേഹം വയസ്സനായ ഒരു ജാപ്പനീസ് ഗൈഡിനെ കണ്ടുമുട്ടി. കയറ്റത്തിന്റെ പകുതി എത്തിയപ്പോൾ ഭയങ്കര മഞ്ഞ് വീഴ്ച തുടങ്ങി. മുന്നോട്ട് പോവാന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമായിട്ട് വന്നു. പെട്ടെന്ന് തക്കാക്കിയെ താങ്ങി നിർത്തിയിരുന്ന കയറ് ഒരു കല്ലിൽ തട്ടി ഉറഞ്ഞ് പൊട്ടിപ്പോയി. തക്കാക്കി മഞ്ഞിലേക്ക് വഴുതി വീണു. ഭാഗ്യത്തിന് ഒരു പാറയിടുക്കിൽ തട്ടി നിന്നത് കൊണ്ട് താഴത്തേക്ക് വീണില്ല. പക്ഷെ അയാൾ ആകെ പേടിച്ചുപോയി. ഇനി എനിക്ക് തിരികെ കയറാൻ കഴിയില്ല. ബിസിനസ്സിലും ജീവിതത്തിലും തോറ്റതുപോലെ ഞാൻ ഇവിടെയും തോറ്റുപോയി എന്നൊക്കെ തക്കാക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ കരയുമായിരുന്നു. അപ്പോ തൊട്ടുമുകളിലുണ്ടായിരുന്ന ആ വൃദ്ധനായ ഗൈഡ് ശാന്തനായി തക്കാക്കിയെ നോക്കി പറഞ്ഞു, കിൻസുഗി എന്ന കലയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തക്കാക്കി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറയുവാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. പൊട്ടിയ പാത്രങ്ങൾ ഗോൾഡ് ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു പരമ്പരാഗത ജാപ്പനീസ് കലയല്ലേ. അപ്പോ ഗൈഡ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഒരു പാത്രം ഉടഞ്ഞു പോയാൽ ജാപ്പാനീസ് ആളുകള് അത് എറിഞ്ഞു കളയില്ല. അതിലെ വിടവുകൾ തങ്കം അല്ലെങ്കിൽ സ്വർണം ഒഴിച്ച് നികത്തും. അപ്പോ അത് പഴയതിനേക്കാൾ മൂല്യമുള്ളതും മനോഹരവുമാവുന്നു. ഇപ്പോ നിന്റെ കയ്യിലെ കയർ പൊട്ടിപ്പോയിരിക്കാം, ജീവിതത്തിലെ പ്രതീക്ഷകളും മുറിഞ്ഞിരിക്കാം. പക്ഷേ നിന്റെ ഉള്ളിലെ ദൃഢനിശ്ചയം പൊട്ടിപ്പോയിട്ടില്ല. പൊട്ടിയ കയറിനെ നോക്കി കരയാതെ കിൻസുഗി പോലെ ആ മുറിവുകളെ നിന്റെ ശക്തിയാക്കുക. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്നെ കൂടുതൽ തണുപ്പിക്കും. എഴുന്നേറ്റ് തിരികെ കയറാം എന്ന ആ വാക്കുകള് തക്കാക്കിയുടെ ഉള്ളിലൊരു തീപ്പൊരിയായിട്ട് മാറി. അയാൾ വീണുപോയ ഇടത്തു നിന്ന് പാറകളിൽ സ്വന്തം വിരലുകൾ ആഴ്ത്തി ഇറക്കി ചോര പൊടിയുന്ന കൈകളോടെ മുകളിലേക്ക് ഇഴഞ്ഞു കയറി. ഒടുവിൽ ആ വൃദ്ധനായ ഗൈഡിന്റെ അടുത്തെത്തി. മലയിറങ്ങി ടോക്കിയോയിൽ തിരിച്ചെത്തിയ തക്കാക്കി പുതിയൊരു മനുഷ്യനായിരുന്നു. തന്റെ തകർന്ന ഹോട്ടൽ ബിസിനസ് അടച്ചുപൂട്ടുന്നതിന് പകരം അതിലെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. കിൻസുഗി കല പോലെ പാളിച്ചകളെ പൊന്നാക്കി മാറ്റി. അദ്ദേഹം അതിൽ പുതിയ സേവനങ്ങൾ കൊണ്ടുവന്നു. അതാണ് പിൽക്കാലത്ത് ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടൽ ശൃംഖലകളിൽ ഒന്നായി മാറിയത്, കിൻസുഗി ഫിലോസഫി. നമ്മുടെ ജീവിതത്തിലോ ബിസിനസ്സിലോ ഒക്കെ പരാജയങ്ങളോ തിരിച്ചടികളോ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നു. എന്നാൽ ജാപ്പനീസ് തത്വചിന്ത പറയുന്നത് പോലെ നമ്മുടെ മുറിവുകളും തോൽവികളുമാണ് നമ്മളെ കൂടുതൽ മൂല്യമുള്ളവരാക്കുന്നത്. തകർച്ചകളിൽ നിന്ന് വീണ്ടും കൂട്ടിയോജിപ്പിച്ചു വരുമ്പോൾ നമ്മൾ പഴയതിനേക്കാൾ സ്ട്രോങ് ആവും.